അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയങ്കരരായ ഖത്മുൽ ഖുർആൻ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, അള്ളാഹു നമ്മിൽ നിന്ന് ഈ ഒരു ഉദ്യമം സാലിഹായ ഇഖ്ലാസോടുകൂടെയുള്ള ഇബാദത്തായി സ്വീകരിക്കുകയും ഇഹലോകത്തും വിശേഷിച്ച് പരലോകത്തും സന്തോഷവും സമാധാനവും ലഭിക്കുന്നതിന് കാരണമായി ഇത് രേഖപ്പെടുത്തുകയും ചെയ്യട്ടെ. ആമീൻ. അള്ളാഹു നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരട്ടെ. നമ്മൾ ഇന്ന് രോഗം ബാധിച്ച് പ്രയാസപ്പെടുന്നവരെ അള്ളാഹു അവർക്കെല്ലാം പാപമോചനം കൊടുക്കട്ടെ, ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ. ഇന്ന് നമ്മൾ പുതിയ അധ്യായത്തിലേക്ക് കടക്കുന്നു. 57-ാം അധ്യായം, 29 വചനങ്ങൾ ഉൾക്കൊള്ളുന്ന മദീനയിൽ അവതീർണമായ സൂറത്തുൽ ഹദീദ്. ഹദീദ് എന്ന് പറഞ്ഞാൽ ഇരുമ്പ് എന്നാണ്, അയൺ. ഇരുമ്പ്, മനുഷ്യന് ഇരുമ്പിൻ്റെ ഉപയോഗങ്ങൾ എന്നിങ്ങനെ ചില വിഷയങ്ങൾക്ക് സൂചനകൾ നൽകുന്നുണ്ട് ഈ അധ്യായത്തിലെ ഒരു വചനത്തിലൂടെ. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഈ അധ്യായം സൂചിപ്പിക്കുന്നതായി കാണാൻ കഴിയും. 29 ആയത്താണുള്ളത്. 27-ാമത്തെ ജുസ്ഇലാണ്. സൂറത്തുൽ വാഖിഅയിൽ അവസാന വചനം 96-ാമത്തെ വചനത്തിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫസബ്ബിഹ് ബിസ്മി റബ്ബികൽ അദീം. ആകയാൽ നീ നിന്റെ ആളമത്തുള്ള അളീമായ അള്ളാഹുവിൻ്റെ, നിന്റെ റബ്ബിൻ്റെ നാമം വച്ച് പ്രകീർത്തിക്കണം. അവനെ പരിശുദ്ധിപ്പെടുത്തണം. അള്ളാഹുവിൻ്റെ നാമത്തെ പരിശുദ്ധിപ്പെടുത്തണം. അടുത്ത അധ്യായമായ നമ്മുടെ ഈ സൂറത്തുൽ ഹദീദിന്റെ തുടക്കം മബ്ദൂഅ ബിതസ്ബീഹ്, തസ്ബീഹ് കൊണ്ട് തന്നെ ആരംഭിച്ചു. തസ്ബീഹ് വേണമെന്ന് ഓർമ്മപ്പെടുത്തി അവസാനിപ്പിച്ച വാഖിഅയുടെ തൊട്ടടുത്ത് തസ്ബീഹ് ചെയ്തുകൊണ്ട് തുടങ്ങുകയാണ്. തസ്ബീഹിൻ്റെ പ്രാധാന്യത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. മുസബ്ബിഹാത്തുകളായ വേറെയും സൂറത്തുകൾ നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. സബ്ബഹ എന്ന് തുടങ്ങുന്നുണ്ട്, പ്രകീർത്തിപ്പെടുത്തി, പരിശുദ്ധിപ്പെടുത്തി എന്ന്. സബ്ബിഹ് അല്ലേ, സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല, അതെ, നീ പ്രകീർത്തിക്കണം, പരിശുദ്ധിപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന അധ്യായങ്ങളുണ്ട്. അതേപോലെ യുസബ്ബിഹു എന്നും സുബ്ഹാന എന്നും ഒക്കെ തുടങ്ങുന്ന മുസബ്ബിഹാത്തായ സൂറത്തുകൾ ഉണ്ട്. ചോദ്യം 1, ഉത്തരം നിങ്ങൾ എഴുതി വെക്കണം, അയക്കണം. മുസബ്ബിഹാത്തായ സൂറത്തുകൾ എത്ര ഏവ? മുസബ്ബിഹാത്തായ സൂറത്തുകൾ എത്ര എണ്ണമുണ്ട്? അത് ഏതെല്ലാമാണ്? ശരി, ഈ അധ്യായം സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ എന്താണ് എന്ന് നോക്കാം. ഏറ്റവും പ്രധാനമായി അള്ളാഹുവിനെ തൻസീഹ്, അതേപോലെ തന്നെ തഖ്ദീസ്, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ, അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തുകയാണ്. തൻസീഹ് നസ്സഹ എന്ന് പറയാം. തൻസീഹ് നടത്തുകയാണ്, പരിശുദ്ധിപ്പെടുത്തുകയാണ്. മുഴുവൻ സൃഷ്ടിജാലങ്ങളിൽ നിന്നും, മഖ്ലൂഖാത്തുകളിൽ നിന്നും അള്ളാഹു പരിശുദ്ധനാണ്. അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല, ഒന്നുപോലെയുമല്ല അള്ളാഹു. ലൈസ കമിസ്ലിഹി ഷൈ, അവനെ പോലെ ഒന്നുമില്ല. അവൻ എല്ലാം കേൾക്കുന്നവനാണെന്ന് പറയുമ്പോൾ ഇനി അവനല്ലാത്ത ഒന്നും എല്ലാം കേൾക്കുന്നവർ ഇല്ല. അവൻ എല്ലാം അറിയുന്നവനാണെന്ന് പറയുമ്പോൾ എല്ലാം അറിയാൻ മറ്റൊന്നും ഇല്ല, മറ്റാരുമില്ല.
അവനാണ് നിങ്ങളുടെ കണ്ണിൻ്റെ കട്ടുനോട്ടമറിയുന്ന ഹൃദയാന്തരത്തിൽ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചത് അറിയുന്നവൻ എന്ന് പറയുമ്പോൾ അതറിയാൻ ഇവിടെ ആരുമില്ല. അല്ലാഹു അൻ ജമീ മഖ്ലൂഖാതിഹി, മറ്റെല്ലാ സൃഷ്ടികളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അവർ പങ്കുചേർക്കുന്നതിനെ തൊട്ട്, അവർ വർണ്ണിക്കുന്നതിനെ തൊട്ട് അല്ലാഹു എത്രയോ പരിശുദ്ധനാണ് എന്ന്. ഇനി മറ്റൊരു വിഷയം ഇതിൽ സൂചിപ്പിക്കുന്നത് അത്തഅക്കീദു അലാ വുജൂബിൽ ഈമാനി ബിൽ ഖുർആനിൽ കരീം വബിർ റസൂലിൽ കരീം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും റസൂലിലൂടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള അവതീർണമായ വിശുദ്ധ ഖുർആനിലുമുള്ള കറകളഞ്ഞ വിശ്വാസവും അതിൻ്റെ പ്രാവർത്തിക തല കാര്യങ്ങളെ സംബന്ധിച്ചും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മറ്റൊരു കാര്യം പറയുന്നത് അൽ ഈമാനു വൽ ഇൻഫാഖ് എന്നതാണ്. ഒരു മുഅ്മിൻ അള്ളാഹുവിലും അന്ത്യദിനത്തിലും മറ്റ് കാര്യങ്ങളിലുമൊക്കെയുള്ള അചഞ്ചലമായ കൃത്യമായ വിശ്വാസമുള്ളവനായിരിക്കെ തന്നെ അവന് നൽകപ്പെട്ട അനുഗ്രഹങ്ങളിൽ നിന്ന് അതിനർഹരായ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ഉത്തരവാദിത്വം, ബാധ്യത കൂടെ അവനുണ്ട്. പിന്നീട് പറയുന്നത് അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ സൂചിപ്പിക്കുകയാണ്. മുഅ്മിനും മുനാഫിഖും തമ്മിലുള്ള വ്യത്യാസം, അവരുടെ വിശേഷണങ്ങൾ ഈ അധ്യായത്തിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. നന്മയിൽ നിന്ന് വിട്ടുപോകുന്നതിന് സൂക്ഷ്മത കാണിക്കണം, വിട്ടുപോകരുത്, ജാഗ്രത വേണം എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഖിയാമത്ത് നാളിനെ കുറിച്ച് പറയുന്നു. മുഅ്മിനുകളായ ആളുകൾ ഖിയാമത്ത് നാളിനെ എങ്ങനെ കാണണം എന്നതിനെ കുറിച്ചും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ജീവിതത്തിൻ്റെ ശദാഇദുകൾ വരുന്ന സമയത്ത്, ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും നമ്മൾ തേടാതെ, നമ്മൾ ആവശ്യപ്പെടാതെ, അറിയാതെ, നമ്മോട് പറയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അതിഥികൾ, ഒരുപാട് വിഷമങ്ങളുണ്ട്. അതിഥികൾ മീൻസ് കുറേ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന ശദാഇദുകൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ പലതുണ്ട്. രോഗമാകാം, മറ്റ് നഷ്ടങ്ങളാകാം, ഇങ്ങനെ പലതും ആകാം. അവയിൽ ക്ഷമയോടുകൂടെ അവയെ കാണുവാനും അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുപ്പമുള്ളവരായി അസ്സബ്ർ, ക്ഷമ ഉള്ളവരാകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ ഖുർആനിലെ ഈ അധ്യായവും നേരത്തെ എല്ലാം നമ്മൾ വായിച്ചു പോകുന്നതുപോലെ വായിക്കുവാനും പഠിക്കുവാനും എന്നിട്ട് ജീവിതത്തിൽ പകർത്തുവാനും സ്വർഗാവകാശികളാകുവാനും നമ്മെ സഹായിക്കട്ടെ. ചില വചനങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. ഒന്നാമത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ്. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. അസീസും ഹക്കീമുമാണ് അല്ലാഹ് സുബ്ഹാനഹു വ തആല. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലുള്ളവയും മിനൽ മലായിക വൽ അർദ്, ഭൂമിയിലുള്ളതും അഥവാ റൂഹ് ഉള്ളതും ഇല്ലാത്തവയും, ചരാചരങ്ങൾ, ചേതനയുള്ളതും അചേതനമായതും എല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തസ്ബീഹ് ചെയ്യുന്നു. മനുഷ്യരെ നിങ്ങളും തസ്ബീഹ് ചെയ്യണം. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അളീം, തൊട്ടുമുകളിൽ അധ്യായം പറഞ്ഞതുപോലെ സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല, അത്യുന്നതനായ റബ്ബിൻ്റെ നാമത്തെ നീ വാഴ്ത്തണം. എങ്ങനെ വാഴ്ത്തുക? നിസ്കാരം കഴിഞ്ഞ് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് 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 മാത്രമാണോ വാഴ്ത്തല്? അല്ല. എന്താ സബ്ബഹ എന്ന പദത്തിന്റെ അർത്ഥം? പരിശുദ്ധിപ്പെടുത്തുക. നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ. മതിയോ? മതിയായില്ല.
ആകാശങ്ങളെ കാണുമ്പോൾ, ആകാശഗോളങ്ങളെ കാണുമ്പോൾ, അവയുടെ സഞ്ചാര പഥങ്ങളെ മനസ്സിലാക്കുമ്പോൾ, രാത്രിയിലും പകലിലും മാനത്തേക്ക് നോക്കിയിട്ട് ആ വിഹായസ് കാണുന്ന സമയത്ത്, ആ വാനലോകത്തിൻ്റെ വിസ്തൃതി കാണുന്ന സമയത്ത്, രാത്രിയിലെ നക്ഷത്രങ്ങളെയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ, സൂര്യനും ചന്ദ്രനും നക്ഷത്രാദികളും ഇവയൊക്കെ രാപ്പകലുകളിൽ വ്യത്യസ്തമായ തലങ്ങളിൽ നിന്ന് കാണുമ്പോൾ അറിയാതെ പറഞ്ഞു പോകണം, ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ഇതാ വിഷയം. ربنا ما خلقت هذا باطلا ربنا ما خلقت هذا باطلا. റബ്ബേ, ഇതൊന്നും നീ വൃഥാ സൃഷ്ടിച്ചതല്ല. ഇതിനൊന്നും പിന്നിൽ ആർക്കും ഒരു കഴിവും ശക്തിയുമില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ല ബില്ലാഹ്. സുബ്ഹാനക, നീ പരിശുദ്ധൻ. നിന്നെ പോലെ ആരുമില്ല, നീ പരിശുദ്ധനാണ്. നിനക്ക് പങ്കുകാരില്ല, നിനക്ക് മക്കളില്ല, നിനക്ക് ഇണതുണയില്ല. നീ എന്താണ് തൊട്ടടുത്ത വചനത്തിൽ പറഞ്ഞതുപോലെ, മൂന്നാമത്തെ വചനവും രണ്ടാമത്തെ വചനവും ഒക്കെ സൂചിപ്പിച്ചത് എന്താ? ലഹു മുൽക്കു സമാവാതി വൽ അർദ് യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. തസ്ബീഹ് ചെയ്യണം. അവനാണ് മുൽക്കു സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ മുൽക്ക്, അധികാരം, ആധിപത്യം. അവനാണ് യുഹ്യി വയുമീതു, ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിയുന്നവനാണ്. നമ്മൾ കേട്ടിട്ടുണ്ട്. വരികൾ കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല, തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ആദ്യമീ ഭൂമിയെ ആദമിന്നേകിയ പ്രഭാതത്തിൻ നാഥ അവ്വലാണു നീ. അന്ത്യമീ ഭൂമിയെ ഖബർഗേഹമാക്കും പ്രദോഷത്തിൻ നാഥ ആഖിറാണു നീ. ഏതെങ്കിലും വാക്കുകൾ മാറിയെങ്കിൽ ക്ഷമിക്കണം. ഓർമ്മയിൽ നിന്ന് കേട്ട ഓർമ്മയിൽ നിന്ന് പറഞ്ഞതാണ്. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അവിടെ എഴുത്തുകാരൻ, കവി സൂചിപ്പിച്ചിട്ടുള്ളത്, രചയിതാവ് സൂചിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൻ്റെ ആശയം അപ്പടി പകർത്തിയ വരികളാണ്. ബാക്കി ഞാൻ ഓർക്കുന്നുമില്ല. അറിയുമെങ്കിൽ നിങ്ങൾക്ക് ലിറിക്സ് വിടാവുന്നതാണ്, നമുക്ക് വായിച്ചു നോക്കാമല്ലോ. അപ്പൊ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറഞ്ഞ കാര്യം നോക്കൂ. ഇവിടെ മൂന്നാമത്തെ വചനത്തിൽ ഹുവൽ അവ്വലു വൽ ആഖിറു വൽ വൽ ബാത്തിൻ വഹുവ ബികുല്ലി ശൈഇൻ അലീം. ഹുവൽ അവ്വലു വൽ ആഖിറു വൽ ബാത്തിൻ. അവ്വലാണ് അല്ലാഹു, അതിനു മുമ്പൊന്നില്ല. അല്ലാഹു ഉണ്ടായതല്ല. അല്ലാഹു ഹയ്യാണ്, ഖയ്യൂമാണ്. ഹുവൽ അവ്വൽ, അവൻ ആഖിറാണ്. എല്ലാം അവശേഷിച്ചാലും അവൻ മാത്രമാണ് ഇവിടെയുള്ളത്, അവൻ മാത്രമാണുള്ളത്. ഖിയാമത്തിന്റെ അടയാളങ്ങളും ഖിയാമത്തിലെ സന്ദർഭങ്ങളും സൂചിപ്പിക്കുമ്പോൾ കുല്ലു മൻ അലൈഹാ ഫാനിയും വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ദുൽ ജലാൽ വൽ ഇക്റാം ആയ അല്ലാഹു മാത്രം. ബാക്കിയെല്ലാം നശിച്ചു പോകുന്നതിനെ കുറിച്ച് പറഞ്ഞു. അവലാണ്, ആഖിറാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വഹുവ ബികുല്ലി ശൈഇൻ അലീം. അങ്ങനെ അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങളെ കുറിച്ച് പറയുന്നു. പിന്നീട് പറയുന്നത് അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചതിനെ കുറിച്ചാണ്, ആർശുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവൻ വീണ്ടും പറയുന്നു മുൽക്കുസ്സമാവാത്തി വൽ അർദ്, ആർക്കാണോ അവനിലേക്കാണ് കാര്യങ്ങളെല്ലാം മടങ്ങുന്നത്. കാര്യങ്ങളെല്ലാം മടങ്ങുന്നത്. നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ ഉറക്കിൽ നിന്ന് നമുക്ക് തിരിച്ചാത്മാവിനെ കിട്ടി നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടതും അല്ലെങ്കിൽ നമ്മൾ പറയാറുള്ളത് അൽഹംദുലില്ലാ അല്ലദീ അഹ്യാനി
ബഅദമാ അമാതനി വഇലൈഹി നുശൂർ. ഇനിയും റുജൂ, തിരിച്ചുപോക്ക് അവനിലേക്ക് തന്നെയാണ്. സഹോദരങ്ങളെ, അങ്ങനെ അവനിലേക്ക് മടക്കപ്പെടുന്നവരാ. എന്നിട്ട് അല്ലാഹുവിനെ കുറിച്ച് വീണ്ടും 6-ാം വചനത്തിൽ പറഞ്ഞു, യൂലിജുൽ ലൈല ഫിന്നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വഹുവ അലീമുൻ ബിദാതിസ് സുദൂർ. എത്ര കൃത്യ! നമ്മുടെ ഹൃദയങ്ങളിലുള്ളത് അറിയാൻ അവന് കഴിയും. എന്തേ കാരണം? നമ്മെ സൃഷ്ടിച്ചു, ആകാശഭൂമികളെ സൃഷ്ടിച്ചു. ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചതിനപ്പുറത്ത് അല്ലാഹു വീണ്ടും പറഞ്ഞത് ഇതാണ്, യൂലിജുൽ ലൈല ഫിന്നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈലി. രാത്രിയെ പകലിലും പകലിനെ രാത്രിയിലും കടത്തിവിടുന്ന. അതേപോലെ തന്നെ മറ്റു ആയത്തുകളിൽ പറയും, യുകവ്വിറുൽ ലൈല അലൻ നഹാരി വയുകവ്വിറുൻ നഹാറ അലൽ ലൈലി. രാത്രിയെ പകലിന്മേലും പകലിനെ രാത്രിയുടെ മേലേക്കും ഇങ്ങനെ കവർ ചെയ്യുന്ന, പ്രവേശിപ്പിക്കുന്ന അല്ലാഹു, അവന് നമ്മുടെ ദാത്തുസുദൂർ അറിയും എന്നതിൽ പിന്നെ എന്തോ സംശയമുണ്ടോ? അതുകൊണ്ട് അവനിൽ നിന്നും ഒന്നും ഒളിപ്പിച്ചു വെക്കണ്ട, അവനോടൊന്നും ചോദിക്കാതിരിക്കണ്ട, പറയാതിരിക്കണ്ട. അവൻ എല്ലാം പുറത്തു തരുന്നവനാണ്. നമ്മുടെ എന്ത് തെറ്റും മറച്ചു വെക്കാതെ അവനോട് പറയണം, അവൻ അറിയും മറച്ചു വെച്ചാലും. അതുകൊണ്ട് എൻ്റെ എല്ലാം അറിയുന്ന റബ്ബേ, നീ എനിക്ക് പുറത്തു തരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. നമസ്കാരത്തിലെ തഹിയ്യാത്തിലെ അവസാനത്തിലൊക്കെ നമ്മൾ അസ്റർത്തു അസ്റഫ്തു അലൻതു എന്നൊക്കെ പറയാറുള്ളത് കൃത്യമായി ഒന്ന് പഠിച്ചു വേണം സഹോദരങ്ങളെ. നമ്മളോട് പറയണം അല്ലാഹു സുബ്ഹാനഹു വ തആല 7-ാമത്തെ വചനത്തിൽ. ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടേ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെങ്കിലേ, ആമിനു ബില്ലാഹി വറസൂലിഹി, നിങ്ങൾ അള്ളാഹുവിലും റസൂലിലും കൃത്യമായ വിശ്വാസമുള്ളവരാകണം. വിശ്വാസം മാത്രം പോരാ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, അൽ ഈമാനു വൽ ഇൻഫാഖ് وأنفقوا مما جعلكم مستخلفين فيه. നിങ്ങൾക്ക് അനന്തരമായി തന്നിട്ടുണ്ടല്ലോ ഒരുപാട്, അതിൽ നിന്ന് നിങ്ങൾ നൽകണം. അവർക്ക് അല്ലാഹു വലിയ പ്രതിഫലം, അജ്റുൻ കബീറുൻ, ഒരുപാട് പ്രതിഫലം നൽകിയിട്ടുണ്ട്, നൽകും എന്ന് പറഞ്ഞു. വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുണ്ട്. അതേ വിഷയം തന്നെ 10-ാമത്തെ ആയത്തിലും 11-ാമത്തെ ആയത്തിലും കാണാം. അള്ളാഹുവിന് കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു വിഷയത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. 16-ാമത്തെ വചനത്തിലേക്ക് വന്നു നോക്കൂ നിങ്ങൾ. 16-ാം വചനം. 16-ാമത്തെ വചനത്തിൽ ഒരു കാര്യം അല്ലാഹു പ്രത്യേകം ഓർമ്മപ്പെടുത്തുക. അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ് വലാ യകൂനൂ കല്ലദീന ഊതുൽ കിതാബ മിൻ قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون. ഒരുപാട് ആളുകൾ ഫാസിഖുകളായി മാറി. എന്താ ഈ പറയണമെന്നറിയോ? അലം യഅനി ലില്ലദീന ആമനു, ഈമാൻ ഉള്ളവർ തന്നെയാണ്, പക്ഷേ അവർ കാലം കുറെ കടന്നു പോകുമ്പോൾ ഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയം കടുത്തു പോവുകയും സാഹചര്യങ്ങളുടെ പ്രേരണയും അതിപ്രേരണയിലും മെല്ലെ പെട്ടുപോവുകയും ചെയ്യുന്നു. ഈമാൻ ഉണ്ട്, സാഹചര്യങ്ങൾ മലീമസമാകുമ്പോൾ അതിൽ പെട്ടുപോകാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഏത് സന്ദർഭത്തിലും അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്റിനാൽ ഹൃദയം ഭക്തമാക്കുവാൻ ഇനിയും സമയമായില്ലേ? എങ്ങനെയാ ഹൃദയം ഭക്താക്കുക? അല്ലാഹു എല്ലാം അറിയും. 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലുഖ്മാൻ ഹക്കീം മകനെ പഠിപ്പിച്ച കാര്യം. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ. എത്ര നിസാരമായതായിരുന്നാലും നീ ചെയ്യുന്ന കാര്യം, തിന്മകൾ, ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ്. ഏതെങ്കിലും പാറ മടക്കിൽ വെച്ചായാലും ആകാശത്തിലായാലും ഭൂമിയിൽ എവിടെയെങ്കിലും കോണുകളിൽ നിന്ന് മറഞ്ഞായിരുന്നാലും
ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. അല്ലാഹു ലത്തീഫാണ്, ഖബീറാണ്. എന്നിട്ട് അതിന് തൊട്ട് മുമ്പ് ചേർത്തു ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹല്ലാഹ്. അല്ലാഹു അതൊക്കെ കൊണ്ടുവരും. ഇങ്ങനെ ഈ ഒരു ചിന്ത മനസ്സിൽ വരിക, മരണത്തെക്കുറിച്ചുള്ള ചിന്ത മനസ്സിൽ വരിക, വിചാരണയും സ്വർഗവും നരകവും ഒക്കെ മനസ്സിൽ വരിക. അള്ളാഹു അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എപ്പോഴും ഓർമ്മയുള്ളവരായി, അങ്ങനെ ഓർമ്മയുള്ളവരായി, ബോധ്യമുള്ളവരായി എപ്പോഴും നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. യഅ്ലമു അന്നല്ലാഹ യുഹ്യിൽ അർദ ബഅദ മൗതിഹ. ഈ ഭൂമിയെ അങ്ങനെ ചെയ്യും. വീണ്ടും നമ്മൾക്കൊരു പുനർജന്മമുണ്ട്. ദാനധർമ്മം ചെയ്യുക, സത്യസന്ധരാവുക എന്നിങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി 20-ാമത്തെ വചനത്തിലേക്ക് കടന്നു വരൂ. ഇഅ്ലമു അന്നമൽ ഹയാത്തുദ് ദുനിയ. ഐഹിക ജീവിതം ലഅബാണ്, ലഹ്വാണ്. സീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. എപ്പോഴും കേൾക്കുന്ന ഭാഗമാണ്. ആ ആയത്തിന്റെ അവസാനം പറയാ വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. പലപ്പോഴും ദുനിയാവ് പലരെ സംബന്ധിച്ചും ഒരു വഞ്ചന ചരക്ക് മാത്രമായി പോകുന്നു. ദുനിയാവിൽ വഞ്ചിതരാകരുത്. ദുനിയാവിൽ വഞ്ചിതരായി പോകുന്നു. ഇവിടെ നിന്ന് പോകാനുള്ളവരാണ്. പൂങ്കാവനമീ ദുനിയാവ്, പുതുമ നിറഞ്ഞൊരു ദുനിയാവ് എന്ന് പറഞ്ഞ് കവി പറയുന്നുണ്ട്. എന്നിട്ട് അതിൽ അവസാനം പറയുന്നുണ്ട് ശാശ്വതമല്ല ഈ ദുനിയാവ്. ഈ ദുനിയാവ് ശാശ്വതമല്ല. ഇവിടുന്ന് പോകണം. നമ്മളിവിടെ നിന്ന് പോകണം. മസ്താടുന്ന മനുഷ്യനോട്, ധനമോഹം വല്ലാതെ കയറിക്കൂടിയ ആളുകളോട് ദുനിയാവ് വിടൂലാന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മയൊക്കെ ഏറ്റവും വിശ്വാസികളായി, നല്ല മനുഷ്യരായി ജീവിക്കാൻ അനുഗ്രഹിക്കട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ക്ഷമയെക്കുറിച്ച് പറയുന്നത്. അസാബ മിൻ മുസീബ 22-ാമത്തെ വചനം മുതൽ ആ കാര്യം നോക്കുക. അതിനു മുമ്പ് 21-ാമത്തെ വചനത്തിൽ സാബിഖു ഇല മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് കിട്ടിയാലേ സ്വർഗം ഉണ്ടാവുള്ളൂ കേട്ടോ. അതുകൊണ്ട് അതിനുവേണ്ടി നിങ്ങൾ സാബിഖു, ധൃതി കാണിക്കണം. നാളത്തേക്ക് വെക്കരുത്. ലോട്ടറി ഇല്ല, ഇന്ന് തന്നെ നമ്മൾ ചെയ്യണം. പാപമോചനം തേടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അവസാനമായി, ഏറ്റവും അവസാനം പറയുന്ന 2 വചനങ്ങളാണ് നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവമായി ഓർമ്മപ്പെടുത്തുന്ന ഒരു ഭാഗം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വ ആമിനു ബിറസൂലിഹി യുഅതികും കിഫ്ലൈനി മിർ റഹ്മതിഹി വയജ്അൽ ലക്കും നൂറൻ തംശൂന ബിഹി വയഗ്ഫിർ ലക്കും. നിങ്ങൾക്ക് അല്ലാഹു പ്രത്യേകമായ ഒരു വെളിച്ചം, ഒരു പ്രകാശം നൽകും. നിങ്ങൾക്ക് യഗ്ഫിർ ലക്കും, പാപങ്ങളെല്ലാം പുറത്തു തരും. അല്ലാഹു ഗഫൂറുർ റഹീമാണ്. എന്തു വേണം? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്ത് നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വാസമുള്ളവരായി മാറണം. അല്ലാഹു ദുൽ ഫദ്ലിൽ അസീം, ആ ഔദാര്യവാനായ മഹോന്നതനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അചഞ്ചലമായി വിശ്വാസമുള്ളവരാവുക, പ്രവർത്തിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പാരായണത്തിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. ലഹു മുൽക്കുസ് സമാവാതി വൽ അർദി യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ.
هو الأول والآخر والظاهر والباطن وهو بكل شيء عليم. هو الذي خلق السماوات والأرض في 6 أيام ثم استوى على العرش يعلم ما يلج في الأرض وما يخرج منها وما ينزل من السماء وما يعرج فيها وهو معكم أينما كنتم والله بما تعملون بصير. له ملك السماوات والأرض وإلى الله ترجع الأمور. يولج الليل في النهار ويولج النهار في الليل وهو عليم بذات الصدور. آمنوا بالله ورسوله وأنفقوا مما جعلكم مستخلفين فيه فالذين آمنوا منكم وأنفقوا لهم أجر كبير. وما لكم لا تؤمنون بالله والرسول يدعوكم لتؤمنوا بربكم وقد أخذ ميثاقكم إن كنتم مؤمنين. هو الذي ينزل على عبده آيات بينات ليخرجكم من الظلمات إلى النور وإن الله بكم لرؤوف رحيم. وما لكم ألا تنفقوا في سبيل الله ولله ميراث السماوات والأرض لا يستوي منكم من أنفق من قبل الفتح وقاتل أولئك أعظم درجة من الذين أنفقوا من بعد وقاتلوا وكلا وعد الله الحسنى والله بما تعملون خبير. من ذا الذي يقرض الله قرضا حسنا فيضاعفه له وله أجر كريم. يوم ترى المؤمنين والمؤمنات يسعى نورهم بين أيديهم وبأيمانهم بشراكم اليوم جنات تجري من تحتها الأنهار خالدين فيها ذلك هو الفوز العظيم. يوم يقول المنافقون والمنافقات للذين آمنوا انظرونا
نقتبس من نوركم قيل ارجعوا وراءكم فالتمسوا نورا فضرب بينهم بسور له باب باطنه فيه الرحمة وظاهره من قبله العذاب ينادونهم ألم نكن معكم قالوا بلى ولكنكم فتنتم أنفسكم وتربصتم وارتبتم وغرتكم الأماني حتى جاء أمر الله وغركم بالله الغرور فاليوم لا يؤخذ منكم فدية ولا من الذين كفروا مأواكم النار هي مولاكم وبئس المصير ألم يأن للذين آمنوا أن تخشع قلوبهم لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون اعلموا أن الله يحيي الأرض بعد موتها قد بينا لكم الآيات لعلكم تعقلون إن المصدقين والمصدقات وأقرضوا الله قرضا حسنا يضاعف لهم ولهم أجر كريم والذين آمنوا بالله ورسله أولئك هم الصديقون والشهداء عند ربهم لهم أجرهم ونورهم والذين كفروا وكذبوا بآياتنا أولئك أصحاب الجحيم اعلموا أنما الحياة الدنيا لعب ولهو وزينة وتفاخر بينكم وتكاثر في الأموال والأولاد كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور.
سابقوا إلى مغفرة من ربكم وجنة عرضها كعرض السماء والأرض أعدت للذين آمنوا بالله ورسله ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم ما أصاب من مصيبة في الأرض ولا في أنفسكم إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير لكي لا تأسوا على ما فاتكم ولا تفرحوا بما آتاكم والله لا يحب كل مختال فخور الذين يبخلون ويأمرون الناس بالبخل ومن يتول فإن الله هو الغني الحميد لقد أرسلنا رسلنا بالبينات وأنزلنا معهم الكتاب والميزان ليقوم الناس بالقسط وأنزلنا الحديد فيه بأس شديد ومنافع للناس وليعلم الله من ينصره ورسله بالغيب إن الله قوي عزيز ولقد أرسلنا نوحا وإبراهيم وجعلنا في ذريتهما النبوة والكتاب فمنهم مهتد وكثير منهم فاسقون ثم قفينا على آثارهم برسلنا وقفينا بعيسى ابن مريم وآتيناه الإنجيل وجعلنا في قلوب الذين اتبعوه رأفة ورحمة ورهبانية ابتدعوها ما كتبناها عليهم إلا ابتغاء رضوان الله فما رعوها حق رعايتها فآتينا الذين آمنوا منهم أجرهم وكثير منهم فاسقون يا أيها الذين آمنوا اتقوا الله وآمنوا برسوله يؤتكم كفلين من رحمته ويجعل لكم نورا تمشون به ويغفر لكم والله غفور رحيم
ألا يعلم أهل الكتاب ألا يقدرون على شيء من فضل الله وأن الفضل بيد الله يؤتي من يشاء والله ذو الفضل العظيم.